പ്രൊമോഷനോ ആഡോ കൊളാബറേഷനോ സ്പോൺസറോ അങ്ങനെ ഒന്നുമല്ല. അല്ലെങ്കിൽ മാത്രം അത് കഴിക്കാണ്ട് കരുതി തന്നെ നമ്മുടെ സ്കിന്നൊരു സ്ട്രെസ് ഫ്രീ ആകുമ്പോൾ നമ്മളാണെങ്കിലും ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്. ഇതിൽ നിങ്ങളെ ഓഫീസിൻ്റെ ടേബിളിൽ വെക്കുക. സ്കൂളിൽ പോകുന്നവരുടെ സ്കിൻ ഇത്രത്തോളം മാറിയതിന് ഒരു ഹലോ ഗായ്സ്, വെൽക്കം ടു ബേത്തു ഡയറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്കിൻ കെയർ റുട്ടീനാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ചാനലിൽ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് സ്കിൻ കെയർ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നില്ല. ഇതിപ്പോൾ ഈ 2-3 കൊല്ലം കൊണ്ടാണ് എൻ്റെ സ്കിൻ ഇങ്ങനെ ആയത്. ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ആ ഹാബിറ്റ്സ് എന്തെല്ലാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ് ഞാൻ ഏറ്റവും അവസാനമായിരിക്കും പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എന്തായാലും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണണം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകും. ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് കീപ്പ് ഇറ്റ് സിമ്പിൾ ആണ്. അതായത് എപ്പോഴും പ്രോഡക്ട്സ് മിനിമൽ ആയിട്ട് യൂസ് ചെയ്യുക. ഒരു ബേസിക് മിനിമൽ സ്കിൻ കെയർ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുക. ഇപ്പം എൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ സ്കിൻ കെയർ എന്ന രീതിയിൽ ഫേസ് വാഷ്, സൺസ്ക്രീൻ, പിന്നെ ഒരു ലിപ് ബാം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സിമ്പിളിൻ്റെ ഈ ഒരു ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇതിപ്പോൾ ഏകദേശം 3 കൊല്ലമായി ഞാൻ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ടു നോർമൽ സ്കിൻ ആണ്. അപ്പോൾ ഈ ഫേസ് വാഷ് സോപ്പ് ഫ്രീ ആണ്. അതുകൊണ്ട് ഇത് നമ്മളെ മുഖത്തിനെ ഭയങ്കര ഡ്രൈ ആക്കില്ല. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചെയ്യുന്ന ഫേസ് വാഷാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. ഇത് മിനിമലിസ്റ്റിന്റെ ലിക്വിഡ് ഫ്ലൂയിഡ് SPF 50 എന്ന് പറഞ്ഞ സൺസ്ക്രീൻ ആണ്. ഇത് മാറ്റ് സൺസ്ക്രീൻ അല്ല, പകരം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഗ്ലോ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്തത് ഈ സൺസ്ക്രീൻ മാത്രമാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ചെറിയ ഗ്ലോ ഉണ്ട്. അപ്പൊ ഇത് കുറച്ചൊരു ഹെവി ആണ്. അത് കാരണം മോയ്സ്ചറൈസറും സൺസ്ക്രീനായിട്ട് ഞാൻ ഈ ഒരൊറ്റ സൺസ്ക്രീനാണ് യൂസ് ചെയ്യാറ്. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ കോമ്പിനേഷൻ ടു ഓയിലി സ്കിൻ ആണ്. അതുകൊണ്ട് മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്യാറ് ഈ ഒരു വിഷ് കെയറിൻ്റെ ലിപ് ബാം ആണ്. ഇത് നോൺ ടിൻഡഡ് ആണ്. എനിക്ക് ടിൻഡഡ് ലിപ് ബാംസ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഈ ലിപ് ബാമിൽ SPF 50 PA++ ഉണ്ട്. അപ്പോൾ അതും നിങ്ങളെ ചുണ്ടിന് നല്ലതാണ്. ഈ 3ന്റെയും ലിങ്ക് വേണ്ടവര് എന്തായാലും കമന്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതൊന്നും പ്രൊമോഷനോ ആഡോ കൊളാബറേഷനോ സ്പോൺസറോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പം നമ്മൾ എത്ര കുറച്ച് പ്രൊഡക്ട്സ് ആണോ യൂസ് ചെയ്യുന്നത് അത്രത്തോളം നമ്മളെ സ്കിന്ന് ആ പ്രൊഡക്ട്സുമായിട്ട് അബ്സോർബ് ആയിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് തരും. നേരെ മറിച്ച് കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയില്ല. ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ഈ ഒരു ടിപ്പ് നമ്പർ 1ന്റെ ബാക്കിയായിട്ട് തന്നെ പറയാം. അതായത് കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാണ്ട് നിൽക്കുക. ഡോണ്ട് ഓവർ ടു പ്രൊഡക്ട്സ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം. അതായത് നിങ്ങളുടെ സ്കിൻ ഇപ്പോൾ കുറച്ച് ഡള്ളാണെങ്കിൽ അപ്പം മാത്രം നിങ്ങൾ വിറ്റമിൻ C സെറം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആണ്, അങ്ങനെയാണെങ്കിൽ ഹൈഡ്രോണിക് സെറോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങളുടെ സ്കിന്നിന് ഒരു കുഴപ്പമില്ലാണ്ട് വെറുതെ കുറേ പ്രൊഡക്ട്സ് വാരി വലിച്ച് തേക്കരുത്. അതല്ലാണ്ട് ഈ പ്രോഡക്ട്സ് ആഴ്ചയിൽ മാറ്റാണ്ടിരിക്കുക. അങ്ങനെ ആഴ്ചയിൽ നിങ്ങളിപ്പോൾ ഒരു ട്രെൻഡ് കണ്ടു അല്ലെങ്കിൽ ഒരു റീൽ കണ്ടു, അങ്ങനെ കണ്ട് ആഴ്ചയിൽ പ്രൊഡക്ട്സ് മാറ്റുന്നതിന് പകരം ഒരു പ്രൊഡക്റ്റായിട്ട് കുറച്ച് കാലം സ്റ്റിക്ക് ചെയ്താലേ നമ്മളെ സ്കിന്നിൽ ആ ചേഞ്ചസ് കാണാൻ പറ്റൂ. ഇല്ലെങ്കിൽ ആഴ്ചയിൽ നമ്മൾ സ്കിൻ കെയർ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് മാറ്റിക്കൊണ്ടുവന്നാൽ അത് സ്കിൻ ഇറിറ്റേഷൻ ആവും. പിന്നെ അത് കൂടുതൽ വഷളാവുകയുള്ളൂ, നിങ്ങൾക്ക് നല്ലതൊന്നും ചെയ്യില്ല. അപ്പോൾ ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് സംടൈംസ് ഗോ നാച്ചുറൽ. എപ്പോഴും ഈ കെമിക്കൽ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രൊഡക്ട്സിന് പകരം നിങ്ങൾ വീട്ടിൽ തന്നെ സ്ക്രബ്ബേഴ്സോ അല്ലെങ്കിൽ ഫേസ് മാസ്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി ചെയ്യിക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മാസത്തിൽ ഒരിക്കലോ കടലപ്പൊടി, മഞ്ഞൾപ്പൊടി, തൈര്, വല്ലപ്പോഴും കാപ്പിപ്പൊടി ഇട്ടിട്ട് ഒരു സ്ക്രബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഈ എക്സ്ഫോളിയേറ്റിംഗ് സെറം, സ്ക്രബ്ബർ, പീലിംഗ് മാസ്ക് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് സ്ക്രബ്ബേഴ്സും ഫേസ് മാസ്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ വല്ലപ്പോഴും ഒന്ന് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ അതല്ലാണ്ട് കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് നമുക്ക് മുഖം ഒന്ന് മസാജ് ചെയ്യുക. അതായത് കുറച്ച് കൈകളിൽ കോക്കനട്ട് ഓയിൽ ആക്കിയതിന് ശേഷം ഒന്ന് നല്ലപോലെ മസാജ് ചെയ്യുക. നിങ്ങൾ ഓയിൽ സ്കിൻ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞ് ഉറപ്പായും ഫേസ് വാഷ് ഇട്ട് ആ എണ്ണ മുഴുവൻ കഴുകിക്കളയണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുരു വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്താൽ മതി, എന്നാലും ഒന്ന് കഴുകി കളയുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ കോക്കനട്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്യുമ്പോൾ കോക്കനട്ട് ഓയിലിന് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ സ്കിന്നിന് അത് നല്ലതേ വരുത്തു. അതല്ലാണ്ട് ആ മസാജിങ് കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നമുക്ക് ഒരു ഗ്ലോ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതും എല്ലാ ദിവസവും ചെയ്യുന്നതിന് പകരം ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ 2 ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ നോക്കിയിട്ട് ട്രൈ ചെയ്യാം. ടിപ്പ് നമ്പർ 4 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്. ഇപ്പം എൻ്റെ സ്കിൻ ഇത്രത്തോളം മാറിയതിന് ഒരു 40% അല്ലെങ്കിൽ ഒരു 50%
റോള് ഈ ഒരൊറ്റ ടിപ്പിനാണ്, ഇനി ഞാൻ പറയുന്ന ഒരു കാര്യത്തിനാണ്. അതായത് നിങ്ങൾ വെള്ളം കുടിക്കുക, ഡ്രിങ്ക് വാട്ടർ. അതായത് നിങ്ങൾ ഏകദേശം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ടുണ്ട് മുമ്പ്, എങ്ങനെ നമുക്ക് ഗ്ലോയിങ് സ്കിന്ന് കിട്ടാം, എങ്ങനെ നല്ല കുരുക്കളൊക്കെ പോവാം. അപ്പോൾ അവരൊക്കെ അതിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ആ സമയത്ത് ഞാൻ അതത്ര ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്നത് നല്ലോണം കൂടി. ഈ ബോട്ടിൽ ഞാൻ എപ്പോഴും എൻ്റെ ഒന്നിച്ച് കൊണ്ട് നടക്കുന്ന ഒരു ബോട്ടിലാണ്. ഇതിപ്പോൾ കാലിയായി, ഇതിപ്പോൾ നടക്കേണ്ട സമയമായി. ഇത് ഞാൻ ഓഫീസിൽ 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഇത് ഞാൻ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ 1 ലിറ്റർ കൊണ്ടുപോയിട്ട് അത് കുടിച്ച് തീർത്തിട്ടേ വരാറുള്ളൂ. അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ട് ഫില്ല് ചെയ്യും. പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ആ 1 ലിറ്റർ ഞാൻ കുടിച്ച് തീർക്കുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബോട്ടിൽ വാങ്ങിക്കാം. അതായത് നിങ്ങൾക്ക് ഈ ക്യൂട്ട് പിൻട്രസ്റ്റ് ടൈപ്പ് ബോട്ടിൽ അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അത് ബാഗിൽ വെക്കരുത്. അപ്പി നിങ്ങൾ എപ്പോഴും കാണുന്നിടത്ത് വെക്കുക. ഇപ്പോൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങളെ ഓഫീസിൻ്റെ ടേബിളിൽ വെക്കുക. സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങളെ സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ നിങ്ങളെ ബെഞ്ചിൻ്റെയോ ഡെസ്കിൻ്റെയോ മുകളിലേക്ക് വെക്കുക. എപ്പോഴും കാണുന്ന പോലെ വെച്ചാൽ നമുക്ക് വെള്ളം കുടിക്കാൻ ഓർമ്മയുണ്ടാവും. അപ്പം നിങ്ങൾ ഒരു ദിവസം ഏകദേശം 1.5 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ മുഖത്ത് നല്ല റിസൾട്ട് വരും. ഇത് ഞാൻ ഗ്യാരണ്ടി ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞതാണ്. അതായത് ഇന്ന് രാത്രി ഞാൻ വെള്ളം കുടിച്ച് കിടന്നാൽ നാളേക്ക് എൻ്റെ മുഖത്ത് അത് മനസ്സിലാവും വെള്ളം കുടിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഞാൻ ഒരു ദിവസം വെള്ളം കുടിക്കാൻ നിന്നാൽ പിറ്റേ ദിവസത്തേക്കും എൻ്റെ മുഖത്ത് ഭയങ്കര ഡ്രൈ ആയിട്ട് അണ്ടർ ഐസും അങ്ങനെയൊക്കെ വന്നിട്ട് ഭയങ്കര വൃത്തികേടായിരിക്കും. നേരെ മറിച്ച് ഇപ്പം നിങ്ങൾക്ക് കുറച്ച് കുരുക്കളോ കലകളോ ഉണ്ടെങ്കിൽ ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നല്ല റിസൾട്ട് ഉണ്ടാവും, ഉറപ്പ്. അപ്പോൾ ടിപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ നല്ലതാണ്. നമ്മൾ എന്ത് കഴിക്കുന്നോ അത് നമ്മളെ മുഖത്ത് കാണിക്കും എന്നാണ് പറയാറ്. അത് സത്യമാണ്. കാരണം ഞാൻ പിസ്സ, ബർഗർ അതിൻ്റെ ഒക്കെ വലിയ ഫാനാണ്. ഇപ്പോഴും ഞാൻ അതൊക്കെ കഴിക്കാറുണ്ട്. ഓയിൽ, ഷുഗർ ഐറ്റംസ് ഒക്കെ കഴിക്കാറുണ്ട്. പക്ഷെ അത് കുറച്ചിട്ട് പകരം ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് ഇതൊക്കെ ആഡ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും, ഞാനിപ്പോൾ ഓഫീസിലേക്ക് ഡെയിലി ഒരു ചെറിയ സ്നാക്ക് ബോക്സ് എടുക്കാറുണ്ട്. അതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് കൊണ്ടുപോയിട്ട് കഴിക്കാറുണ്ട്. നിങ്ങൾ തീരുമാനിക്കുക കഴിക്കുന്നതിന് മുമ്പ് ഇത് കഴിച്ചാൽ എൻ്റെ സ്കിന്നിന് നല്ലതാണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രം അത് കഴിക്കാണ്ട് നിൽക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആണെങ്കിൽ മാത്രം അത് കഴിക്കാണ്ട് നിൽക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കണം. ഇപ്പം ഞാനും ഷുഗർ ഡയറ്റിലില്ല, എനിക്ക് ഇഷ്ടമുള്ളതൊന്നും കഴിക്കാണ്ട് നിൽക്കലില്ല. ഞാൻ എല്ലാം കഴിക്കലുണ്ട്. ഓയിൽ ഫുഡാണെങ്കിലും ഷുഗർ ഫുഡാണെങ്കിലും എല്ലാം ഞാൻ കഴിക്കലുണ്ട്. പക്ഷെ അത് കഴിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കുറച്ചും കൂടുതലായിട്ട് കഴിക്കാം. അത്രയും. പിന്നെ 6ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നല്ല വൃത്തിയിൽ ഉറങ്ങുക, പിന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളെപ്പോഴും ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, നമുക്ക് ഉറക്കില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ മുഖത്ത് കാണിക്കും. അപ്പോൾ കഴിയുന്നത്ര ഉറങ്ങാൻ നോക്കുക. ലേറ്റായിട്ട് കിടന്നാലും ആ ഒരു സ്ലീപ്പ് ടൈം കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ 12 മണിക്കാണ് കിടക്കുന്നതെങ്കിൽ ഒരു 8 മണിക്കൂർ സ്ലീപ്പെങ്കിലും 7-8 മണിക്കൂർ സ്ലീപ്പെങ്കിലും നമുക്ക് കിട്ടുന്ന രീതിയിൽ ഉറങ്ങണം. അതല്ലാണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. നമ്മൾ എപ്പോഴും ഭയങ്കര നെഗറ്റീവായിട്ട് ചിന്തിക്കാണ്ട് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട്. ഇതൊക്കെ കുറച്ച് ടൈം എടുക്കും റെഡി ആവാൻ. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. തന്നെ നമ്മളെ സ്കിന്നൊരു സ്ട്രെസ് ഫ്രീ ആകുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ഗ്ലോ ഒക്കെ വരുന്നതായിരിക്കും. ടിപ്പ് നമ്പർ 7 ഫേസ് യോഗ അല്ലെങ്കിൽ മസാജ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമ്മൾ ഫേസ് യോഗ എന്ന് അടിച്ചാൽ കുറേ എക്സസൈസ് വരും. അതിങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇരുന്ന് ചെയ്യുന്ന വേണ്ട. നമുക്കിപ്പോൾ ലാപ്പിൽ ആക്കുമ്പോഴോ അല്ലെങ്കിൽ എഴുതുമ്പോഴോ പഠിക്കുമ്പോഴോ ഒക്കെ വായുകൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കിയാൽ അതൊക്കെ ഫേസ് മസാജ് അല്ലെങ്കിൽ ഫേസ് യോഗയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഗൂഗിളിൽ ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് വല്ലപ്പോഴും ചെയ്യുക. അതല്ലാണ്ട് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെള്ളം വെച്ചിട്ടോ ഫേസ് വാഷ് ഇടുമ്പോഴാണെങ്കിലും, ഇപ്പം നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കഴുകി കഴിയുമ്പോൾ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടിയാൽ നമുക്ക് ആ ഒരു ഗ്ലോ ഉള്ളിൽ വരും. ടിപ്പ് നമ്പർ 8 റിസർച്ച് വെൻ യു ബൈ പ്രോഡക്ട്സ്. അതായത് നിങ്ങൾ എന്ത് നിങ്ങളെ മുഖത്ത് തേക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് നല്ല വൃത്തിയിൽ റിസർച്ച് ചെയ്ത് അന്വേഷിച്ച് മാത്രമേ തേക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നിങ്ങളെ ഫേവറേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞായിരിക്കും, ഫേവറേറ്റ് യൂട്യൂബേഴ്സ് പറഞ്ഞായിരിക്കും ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്. ചിലപ്പോൾ മേ ബി അതൊക്കെ നല്ലതായിരിക്കും, അവരൊക്കെ പറയുന്ന സത്യമായിരിക്കും. പക്ഷേ നിങ്ങളെ രീതിയിൽ റിസർച്ച് ചെയ്യാം.
അതായത് അവരെ സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല നിങ്ങളെ സ്കിൻ ടൈപ്പ്. അപ്പോൾ അവർക്ക് ജെന്യൂൻ ആയിട്ട് വർക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് വർക്കാവണമെന്നില്ല. പൈസയും സ്കിന്നും വെറുതെ കളയുന്നതിന് പകരം അത് വാങ്ങിക്കുന്നതിന് മുമ്പ് നല്ലതായിട്ടൊന്ന് അന്വേഷിക്കുക, അതിലുള്ള പ്രൊഡക്ട്സ് നോക്കാം, അത് നല്ലതാണോ മോശമാണോ ടോക്സിക് ആണോ എന്നുള്ളത് നോക്കാം, നമ്മളെ മുഖത്തിന് അത് ദോഷമായിരിക്കുമോ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാൻ പൊതുവേ ചെയ്യുന്നൊരു കാര്യം എന്നാണ്, നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടിയാൽ ആ പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസും ആ പ്രൊഡക്റ്റും ഒക്കെ എടുത്ത് ChatGPT ചോദിച്ചാൽ ChatGPT കറക്റ്റ് പറഞ്ഞിരുന്നു നമുക്കത് നല്ലതാണോ മോശമാണോ എന്നുള്ളത്. അതല്ലാണ്ട് നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നോൺ സ്പോൺസേർഡ് വീഡിയോ അല്ലെങ്കിൽ ഹോണസ്റ്റ് റിവ്യൂ എന്നൊക്കെ അടിച്ചു കൊടുത്താൽ പലപ്പോഴും നല്ലതാണെങ്കിലും ചിലതൊക്കെ അവർ മോശം പറയാറുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ട് ചെയ്തിട്ടാണ് അവർക്കത് മോശം ആയത് എന്നുള്ളതൊക്കെ നോക്കിയാൽ ചിലപ്പോൾ അവർ പറയും എൻ്റെത് ഓയിലി സ്കിന്നാണ്, അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് വർക്കാവാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളത് ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് മേ ബി അത് വർക്കാവില്ല. അപ്പം നിങ്ങളെ രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് വേണം എന്ത് പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോഴും അത് നിങ്ങളുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലതല്ല, മറിച്ച് ദോഷം വരുത്താനും ചാൻസ് ഉണ്ടെന്ന് ആലോചിച്ചിട്ട് വേണം ഓരോ പ്രൊഡക്ട്സും വാങ്ങിക്കാൻ. ടിപ്പ് നമ്പർ 9 എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഈ ഞാൻ പറഞ്ഞ 8 കാര്യങ്ങളും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് തരില്ല. മറിച്ച് അതിന് ടൈം കൊടുക്കണം. നമ്മൾ ഏകദേശം ഒരു മാസമോ 2 മാസമോ അല്ലെങ്കിൽ 3 മാസം, അതിപ്പോൾ ഒരാളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിരിക്കും റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മൾ ടൈം കൊടുക്കാം. നമ്മളിപ്പോൾ ഒരാഴ്ച ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തു, ഇത് കൊള്ളില്ല, ഇത് റിസൾട്ട് തരില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് കളഞ്ഞ് വേറൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് അത് ഇറിറ്റേഷൻ അല്ലാണ്ട് നല്ലതൊന്നും വരുത്തില്ല. എല്ലാവരും കുരുവെല്ലാം പോയിട്ട് പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് നമുക്ക് ഗ്ലോയിങ് സ്കിന്നൊന്നും വരില്ല. അതിന് ടൈം കൊടുക്കണം. നിങ്ങൾ പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കുക. യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് അത് റെഗുലറായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് യൂസ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കിൻ കെയർ ടേക്സ് ടൈം. അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. അതാണ് ഏറ്റവും കൂടെ വലിയ പ്രശ്നം. എല്ലാവരെയും ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം അതാണ്. അതായത് ഒരാഴ്ച ഭയങ്കരത്തിൽ സ്കിൻ കെയർ ചെയ്തു, അത് കഴിഞ്ഞ് റിസൾട്ട് ഇല്ല, അപ്പം സങ്കടമായി, അപ്പം പിന്നെ അത് വേണ്ടെന്ന് വെച്ചു, അപ്പം അത് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെയല്ല. 2 കൊല്ലം എടുത്തു എൻ്റെ സ്കിന്ന് ഒന്ന് ഏകദേശം ഈ ഒരു ലെവലിലേക്ക് എത്താൻ. മുമ്പ് ഭയങ്കര കുരുക്കളായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റെത്തുമ്പോൾ ഭയങ്കര സ്കാർസായി, കലകളായി, അത് പോകുന്നില്ല. അപ്പം അത് ടൈം എടുക്കും എന്തായാലും നമുക്ക് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോണ്ട് വറി. ടിപ്പ് നമ്പർ 10 എന്ന് പറയുന്നത് ലിസൺ ടു യുവർ സ്കിൻ. അതായത് നിങ്ങളെ സ്കിന്ന് പറയും അവർക്ക് എന്താ വേണ്ടിയെന്നുള്ളത്. അതായത് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടി കൂട്ടാം. വേറൊരു സിനാരിയോ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു കേസ് എടുത്ത് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു 2 കൊല്ലം മുമ്പ് ഞാൻ ക്രീം ബണ്ണിൻ്റെ ഫാനായിരുന്നു, ഭയങ്കര ഫാനായിരുന്നു. അതായത് ഒരു ദിവസം ഞാൻ 2 എണ്ണം വീതമൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 ആഴ്ച കണ്ടിന്യൂസ് കഴിക്കുമ്പോൾ എൻ്റെ മുഖത്തൊക്കെ കുരുക്കൾ ഭയങ്കര വലുതാവാൻ തുടങ്ങി. ഇതുവരെ വരാത്ത സ്ഥലത്തൊക്കെ കുരുക്കൾ വരാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായി ക്രീം ബണ്ണ് കാരണമാണെന്നുള്ളത്. അങ്ങനെ ക്രീം ബണ്ണ് കഴിക്കുന്നത് നിർത്തി എന്നല്ല, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതിന് പകരം വല്ലപ്പോഴും ക്രീം ബണ്ണ് കഴിക്കുന്ന രീതിക്കായി. ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ട്സ് യൂസ് ചെയ്യരുത്, അത് സ്റ്റോപ്പ് ചെയ്യുക. അപ്പം നിങ്ങളുടെ സ്കിന്ന് മോശമാവുന്നതല്ലാണ്ട് നല്ലതാവുന്നില്ല. ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. അപ്പം ഇപ്പം കേൾക്കുന്നവർക്ക് തോന്നും എന്താ ഇങ്ങനെ പറയാൻ എളുപ്പമാണ് എന്നുള്ളത്. ആദ്യം നിങ്ങൾ നിർത്തേണ്ട കാര്യം ഈ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുന്നത് നിർത്താം. അതായത് അവർക്ക് നല്ല ഗ്ലോയിങ് സ്കിൻ ഉണ്ട്, എനിക്ക് ക്ലിയർ സ്കിൻ ഇല്ല, അങ്ങനെ ആലോചിക്കുമ്പോഴേ അത് വലിയ തെറ്റാണ്. ഇപ്പം ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് അത് ഗ്ലോയിങ് പിമ്പിൾ ഫ്രീ സ്കിൻ ആയിരിക്കരുത് നിങ്ങളുടെ ഫോക്കസ്. നേരെ മറിച്ച് ഒരു ഹെൽത്തി സ്കിൻ ആയിരിക്കണം. ഹെൽത്തി സ്കിന്നിനെ പുറത്തേക്ക് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. പകരം നമ്മൾ ഉള്ളിലേക്ക് എന്താണ് കഴിക്കാറ്, എന്താണ് കുടിക്കാറ്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളെ സ്കിന്ന് ഗ്ലോ ചെയ്യുന്നത്. നിങ്ങൾ കമ്പയർ ചെയ്ത് നിർത്തിയിട്ട് നിങ്ങളെ സ്വന്തം സ്കിന്നിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നത് അന്ന് മുതൽ നിങ്ങൾക്ക് ആ ഗ്ലോ വരാൻ തുടങ്ങും. സെൽഫ് ലവ് ആണ് ഏറ്റവും വലിയ സ്കിൻ കെയർ എന്ന് ഞാൻ പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ ചെയ്ത 11 സ്റ്റെപ്സ് ആണ്. ഇത് ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്സ് ഒന്നല്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ അത് മാത്രമല്ല, ഇതുപോലത്തെ എന്തെങ്കിലും ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാം. ഇപ്പം നിങ്ങളെ സ്കിന്നുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി. അത് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡാണ്. ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ നല്ല റിസൾട്ടും നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി സ്കിന്നും കിട്ടും. നിങ്ങൾ ഹാപ്പി ആയാൽ നിങ്ങളുടെ സ്കിന്നും ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഞാൻ പറഞ്ഞല്ലോ കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.